വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരുന്ന ഒരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിക്കാണെങ്കിൽ രാത്രി ഇരുന്നിട്ട് ഒരു രക്ഷയില്ല, ഉറക്കേ വരുന്നില്ല. എങ്ങനെയെങ്കിലും ഈ രേവതി ഈ വീട്ടിൽ നിന്നൊന്ന് പറഞ്ഞു വിടണം. കുറച്ചു ദിവസത്തേക്കെങ്കിലും നാശം ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തനിക്കൊരു സമാധാനം ആകുമെന്നുള്ള ചിന്തയാണ് ചന്ദ്രയ്ക്ക്. പക്ഷെ ചന്ദ്രമതി വേറൊരു കാര്യം ആലോചിക്കുന്നേ ഇല്ല. രേവതി പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലെ മുഴുവൻ പണികളും തന്നെ കൊണ്ട് താങ്ങമാട്ടെ. അപ്പം അങ്ങനെയൊക്കെ ചന്ദ്ര കുത്തിയിരുന്ന് ആലോചിക്കുമ്പം എന്നാ ഒരു കാര്യം ചെയ്യാം, അവളുടെ വീട്ടില് അവളുടെ അമ്മയെ വിളിച്ച് സംസാരിക്കാന്നും പറഞ്ഞ് പുള്ളിക്കാരി ഫോൺ എടുത്ത് സമയം പോലും നോക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ 1 മണിയായി രാത്രി. ആ സമയത്ത് നമ്മുടെ ലക്ഷ്മിയമ്മയെ വിളിച്ചു. ലക്ഷ്മിയമ്മയും അതുപോലെ ദേവും കൂടി നല്ല ഉറങ്ങുകയായിരുന്നു. ഇവര് പെട്ടെന്ന് ഫോൺ എടുത്തു. അയ്യോ, ഇതെന്താണ്, ചന്ദ്രാമ്മയാണല്ലോ വിളിക്കുന്നത്, അത് ഈ രാത്രിയിൽ എന്തിനാ വിളിക്കുന്നതെന്നുള്ള ടെൻഷനിൽ പെട്ടെന്ന് തന്നെ ഇവര് ഫോൺ എടുത്തപ്പോഴത്തേക്കിനും അല്ല എന്താ ഈ സമയത്ത് വിളിച്ചതെന്ന് ലക്ഷ്മി അമ്മ ചോദിച്ചു. ഇത് കേട്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ചന്ദ്രമതി പറയാണ്, അല്ല നിങ്ങളെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക നാളും അത് കാലം ഒക്കെ നോക്കണമെന്ന് ചോദിച്ചു. അല്ല അതുകൊണ്ടല്ല, ഇനി അവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടാണോ എന്ന് ചോദിച്ചു. ഇവിടെ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല, എനിക്ക് പറയാൻ വേറൊരു വിഷയമുണ്ട്. അതെ, കർക്കിടക മാസമായിട്ട് നിങ്ങളുടെ മകളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു ചടങ്ങ് നടത്തിയില്ലല്ലോ, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു മര്യാദ അറിയാൻ പാടില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പം ചന്ദ്രമതി ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് ലക്ഷ്മിയമ്മയാണെങ്കിലോ കഴിഞ്ഞ ദിവസം ഞാനും ദേവും കൂടെ രേവതിയെ വീട്ടിലേക്ക് വിളിക്കാൻ വന്നതാണല്ലോ. അപ്പൊ ആ സമയത്ത് സച്ചിയും രവിയേട്ടനും ഒക്കെ പറഞ്ഞു അങ്ങനെ ഒരു ചടങ്ങൊന്നും നടത്തണ്ടെന്ന്. പക്ഷെ ഇനിയിപ്പോ ഞങ്ങൾ എന്താ ചെയ്യുക, ഇനി എന്ന് വരാനാണ്, നിങ്ങൾ എന്താ പറയുന്നതെന്ന് ചോദിച്ചു. അതെ, ഇവിടെ ഇത്രയും കാലമൊക്കെ ഇങ്ങനെയുള്ളൊരു നാട്ടു നടപ്പൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മര്യാദക്ക് നിങ്ങളുടെ മകളെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. അല്ല നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ ഇവിടുന്ന് വണ്ടി കയറ്റി വിട്ടോളാന്ന് പറഞ്ഞു. അപ്പം അതൊന്നും വേണ്ട, എന്തായാലും ഞങ്ങൾ രാവിലെ വന്ന് രേവതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോരാന്നും പറഞ്ഞ് ലക്ഷ്മി അമ്മ ഫോൺ വെച്ചു. അതിനുശേഷം നമ്മുടെ ദേവു ആണെങ്കിലോ, എൻ്റെ പൊന്നമ്മേ ഇവർക്ക് എന്തെങ്കിലും തലയ്ക്ക് കുഴപ്പമുണ്ടോ, ഇതെന്താ ഈ പാതിരാത്രിയൊക്കെ വിളിച്ച് ഇങ്ങനത്തെ കാര്യമൊക്കെ പറയുന്നത്, ഒരു മര്യാദയില്ലാത്ത സ്ത്രീയാണെന്നും പറഞ്ഞ് ദേവുവിന് ദേഷ്യം വരികയാണ്. അങ്ങനെ ദാ പിറ്റേ ദിവസം രാവിലെയായി. നമ്മുടെ രേവതി പാവം വീട്ടിലെ എല്ലാ പണികളും ചെയ്ത് ആ അടുക്കളയിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അവിടെ നിൽക്കുന്ന ആ ഒരു സമയത്ത് അതെ ഇവിടെ ഈ കിടക്കുന്ന പാത്രമൊക്കെ പെട്ടെന്ന് അങ്ങ് തേച്ച് കഴുകി വെച്ച് ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തു വെക്കാനുണ്ട്. നിനക്ക് 2 ആഴ്ചത്തേക്കുള്ള ഉഴുന്നുമാവ് അരയ്ക്കാനായിട്ട് ഉണ്ട്. അപ്പം അമ്മ അത് 2 ആഴ്ചത്തേക്കുള്ള ഉഴുന്നുമാവൊക്കെ എന്തിനാ ഇപ്പോൾ അരച്ചു വെക്കുന്നതെന്ന് നമ്മുടെ രേവതി ചന്ദ്രയോട് ചോദിക്കുകയാണ്. അപ്പൊ ചന്ദ്രമതി പറഞ്ഞു, അതെ എനിക്ക് 2 ആഴ്ചത്തേക്കുള്ള മാവ് നീ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചോ, ഒരു കാരണം വെച്ചാലും അതൊന്നും മോശമായി പോവില്ല, മോശമായി പോവാതെ ഞാൻ നോക്കിക്കോളാം. അല്ല അമ്മ എവിടെയെങ്കിലും ടൂറ് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് രേവതി. ഞാനല്ല ടൂറ് പോകുന്നത്, ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നീ ചെയ്താൽ മതിയെന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും അല്ലമ്മേ അതിനൊക്കെ ഇപ്പൊ അരക്കാനെന്ന് പറഞ്ഞാൽ തലേ ദിവസം തന്നെ അരിയും ഉഴുന്നും ഒക്കെ വെള്ളത്തിയിട്ടാലല്ലേ ദോശയ്ക്ക് അരക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ദേ അങ്ങോട്ട് നോക്കിയെന്ന് പറയുമ്പം രേവതി നോക്കുമ്പം ഒരു പാത്രത്തിൽ നിറച്ച് ഉഴുന്നും അതുപോലെ ഇപ്പുറത്തെ ഒരു പാത്രത്തിൽ അരിയും ഒക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുകയാണ്. എല്ലാം പുള്ളിക്കാരിക്ക് ഉറക്കമില്ലാത്തത് കൊണ്ട് രാത്രി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതി പറഞ്ഞ സകല ജോലികളും ചെയ്ത് നമ്മുടെ രേവതി അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രമതി നേരെ വന്നു രവിയുടെ അടുത്ത് വന്നിട്ട് പറയുക, ഈ വീട് നിറച്ചെന്ത് പൊടിയാണ്, ഇവളാണെങ്കിൽ ഒരു പണി നോക്കിയും കണ്ടും ചെയ്യില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ രവി പറയുന്നുണ്ട്, എന്തിനാണ് ചന്ദ്രൻ നീ ആ പാവത്തിന് ഇങ്ങനെയൊക്കെ കുറ്റം പറയുന്നത്, എന്തോരം ജോലിയാണ് അവൾ ഈ വീട്ടിൽ ചെയ്ത് കൂട്ടുന്നത്, ഇതൊന്നും കണ്ടിട്ടും നിനക്ക് തൃപ്തിയാവുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അതെ അടുക്കും ചിട്ടയോടുകൂടി കാര്യങ്ങളൊന്നും ചെയ്ത് ശീലിച്ചിട്ടില്ല, എങ്ങനെ ശീലിക്കാനാണ്, ആ വീട്ടിൽ നിന്നല്ല ഇവള് വന്നതെന്നും പറഞ്ഞ് ചന്ദ്രമതി അവളുടെ വീട്ടുകാരെ കുറ്റം പറയുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സമയത്ത് ലക്ഷ്മിയമ്മയും നമ്മുടെ ദേവും കൂടി ആ വീട്ടിലേക്ക് വരികയാണ്. ഇവരെ കണ്ടപാടെ തന്നെ ചന്ദ്രമതി ആണെങ്കിൽ ഒരു മൈൻഡും ചെയ്യാതെ അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പം നമ്മുടെ രവി ആണെങ്കിൽ വന്നാട്ടെ ബാ ഇവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയെയും ദേവുവിനെയും ഒക്കെ സ്വീകരിച്ചു. അവരവിടെ ഇരിക്കുന്ന സമയത്ത് മോളെ രേവതി, ദേ നിന്റെ അമ്മയും അനിയത്തിയൊക്കെ വന്നു എന്നും പറഞ്ഞ് രവി അവളെ വിളിച്ചു. പെട്ടെന്ന് തന്നെ രേവതി ഓടി വരികയാണ്. അമ്മ നിങ്ങൾ എന്താ ഇപ്പൊ രാവിലെ തന്നെ വന്നേന്നും ചോദിച്ച് അവള് വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പം മോളെ അതൊക്കെ ഉണ്ട്, പിന്നെ അമ്മ ഞാൻ കുടിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പം വേണ്ട മോളെ കുടിക്കാനൊന്നും വേണ്ട, ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ നമ്മുടെ ലക്ഷ്മി അമ്മയ്ക്കും ദേവുവിനും ഒക്കെ പേടിയാണ്. ഈ ചന്ദ്ര എന്ന് പറയുന്ന സാധനം ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ലക്ഷ്മി അമ്മ വന്ന കാര്യം പറയുക, അതെ ഞാൻ ഈ കാര്യം മറന്നിരിക്കുമായിരുന്നു,
പിന്നെ ഇന്നലെ രാത്രി ചന്ദ്രാമ്മ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാനത് ഓർത്തത്. ഞാൻ രേവതിയെ കർക്കിടകം നിർത്താൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോഴാണ് ചന്ദ്രമതി വെച്ച ആ ഒരു ആപ്പ്. അപ്പൊ രേവതിക്ക് ശരിക്ക് കത്തി. 2 ആഴ്ചത്തേക്കുള്ള ദോശമാവൊക്കെ തന്നെ കൊണ്ട് അരപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലോ. അതപ്പോ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് തന്നെ ഈ വീട്ടിൽ നിന്നും തുരത്താനുള്ള പണിയാണ് ചന്ദ്ര ചെയ്തത് എന്നുള്ള രീതിയിൽ ഇവളിങ്ങനെ ചിന്തിച്ചു. അപ്പം രവി പറയുന്നുണ്ട്, അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും ഒക്കെ ചെയ്യുന്നതാണോ? സാരമില്ലെന്നേ, അവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ. അവൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കൊക്കെ വലിയ വിഷമമാണെന്ന് പറഞ്ഞു. ഇത് കേട്ട ചന്ദ്രമതി, അതെ, അങ്ങനെ ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട്. നാട്ടു നടപ്പ് നമ്മൾ തെറ്റിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ രേവതിയെ നിങ്ങൾ ഇപ്പൊ തന്നെ കൂട്ടിക്കൊണ്ടു പോയിക്കോ, ഞങ്ങൾക്കാർക്കും ഒരു പ്രശ്നവും ഇല്ലാതും പറഞ്ഞ് ചന്ദ്ര കൈ കഴുകി. അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതിയും അതുപോലെ സുധിയും കൂടി അങ്ങോട്ട് വരികയാണ്. അപ്പം ഇവരെ കണ്ട പാടെ തന്നെ, അല്ല, ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുവാണെങ്കിൽ ശ്രുതിയുടെ വീട്ടിലും ഇങ്ങനൊരു ചടങ്ങ് കാണില്ലേ? ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ചടങ്ങില്ല, ഞാനേ മലേഷ്യക്കാരിയാണ്. അപ്പം ഇതൊക്കെ കേൾക്കുന്ന ചന്ദ്രമതി ആണെങ്കിലോ, നിങ്ങൾ എവിടെ കിടക്കുന്നു? മലേഷ്യയിൽ വലിയ രാജകൊട്ടാരം പോലത്തെ വീട്ടിൽ ജനിച്ച ശ്രുതി എവിടെ കിടക്കുന്നു? അവരുടെ നാട്ടിൽ ഇങ്ങനത്തെ ആചാരമൊന്നും നമ്മുടെ ഈ നാട്ടിലാണ് ഇങ്ങനെയുള്ള ആചാരമൊക്കെ ഉള്ളതെന്നും പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ സംസാരിച്ചു. അല്ലേലും കഞ്ഞിക്ക് വകയില്ലാത്ത ആൾക്കാർ, നിങ്ങളോടൊക്കെ ഞാൻ എന്ത് സംസാരിക്കാനാണ്? മര്യാദക്ക് നിങ്ങൾ നിങ്ങളുടെ മകളെ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോ, എനിക്ക് മറ്റ് ആൾക്കാരുടെ അടുത്ത് സമാധാനം പറയാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ട് വരികയാണ്. അപ്പൊ ശ്രീകാന്ത് ദേവുവിനെ കണ്ട പാടെ തന്നെ, ആ ദേവു, നിങ്ങൾ രണ്ടുപേരും ഇത് എപ്പോ വന്നു? അല്ല, ഇന്നലെ രാത്രി ചാറ്റ് ചെയ്തപ്പോ പോലും നീ പറഞ്ഞില്ലല്ലോ നീ വരുന്ന കാര്യം. അപ്പൊ ചാറ്റിംഗ് എന്നൊക്കെ കേട്ടപ്പം ചന്ദ്രമതിക്ക് ടെൻഷനായി. ഇനി ശ്രീകാന്തും ദേവും തമ്മിൽ എന്തെങ്കിലും ഒരു ഇടപാട് നടന്നാലോ, അതും ഇതുപോലെയുള്ളൊരു വീട്ടിൽ നിന്നാണ് എന്നുള്ള ചിന്തയാണ് ചന്ദ്രമതിക്ക് വരുന്നത്. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, എന്താടാ ചാറ്റിംഗ് എന്നൊക്കെ പറയുന്നത്? നീ വേഗം നിന്റെ ജോലിക്ക് പോയിക്കേ, ഇനി അധിക സമയം ഇവിടെ നിൽക്കണ്ടെന്നും പറഞ്ഞ് നമ്മുടെ ശ്രീകാന്തിനെ ഓടിച്ചു വിടാനുള്ള പരിപാടികൾ ചന്ദ്രമതി അവിടെ എടുക്കുകയാണ്. അപ്പൊ ശ്രീകാന്ത് ആണെങ്കിലോ, എൻ്റെ അമ്മ, ഞാൻ ഇവരോട് സംസാരിക്കട്ടെ, ഇവരെന്ന് പറഞ്ഞാൽ എനിക്കും സ്വന്തക്കാർ തന്നെയാണെന്നും പറഞ്ഞ് അവൻ അവരോടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങനെതാ നമ്മുടെ സച്ചി അവിടെ എത്തി. സച്ചി വന്ന പാടെ ദേവുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ദേവു, ഇതെന്താ നിനക്കിന്ന് കോളേജിലൊന്നും പോവണ്ടേ? ഇല്ല ഏട്ടാ, ഞങ്ങൾ ഇന്നേ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ലക്ഷ്മിയമ്മയാണെങ്കിലോ, എന്താ അമ്മേ, ഇന്ന് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളുണ്ടോ? എന്താ വല്ല ഓർഡറും കൂടുതൽ കിട്ടിയോന്ന് ചോദിക്കുകയാണ്. അതൊന്നും അല്ല മോനെ, ഞങ്ങൾ വന്നത് രേവതിയെ കുറച്ച് ദിവസം വീട്ടിലേക്ക് നിർത്താൻ വേണ്ടി കൊണ്ടുപോകാൻ വന്നതാണ്. അയ്യോ, അപ്പൊ രേവതി അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കുമെന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും, മോനെ, കല്യാണം കഴിഞ്ഞാൽ 1 മാസം, അതായത് കർക്കിടക മാസം, ആദ്യത്തെ കർക്കിടക മാസത്തില് പെണ്ണിനെയൊക്കെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു ചടങ്ങുണ്ട്. അത് കഴിയുമ്പം ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് ആക്കുമെന്നും പറഞ്ഞ് ലക്ഷ്മിയമ്മ കാര്യങ്ങൾ പറഞ്ഞു. ഇത് കേട്ട് സച്ചി ആണെങ്കിൽ വലിയ സങ്കടത്തിൽ നിന്നപ്പം ദേവു സച്ചിനെ കളിയാക്കി. എന്താ ചേട്ടാ, ചേട്ടന് ശോകമായിട്ട് തോന്നിയെന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നും അല്ല, പിന്നെ ഇവള് പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ, എനിക്ക് ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു. അപ്പം അല്ല, ഇങ്ങനെ ഇപ്പൊ രേവതി പോകുകയാണെങ്കിൽ ശ്രുതി വീട്ടിൽ നിന്ന് പോവണ്ടേ? ശ്രുതിയെ വിളിച്ചോണ്ട് പോകാൻ ആരും വന്നില്ലേ എന്ന് ചന്ദ്രയോട് ചോദിക്കുകയാണ് സച്ചി. ഇത് കേട്ട് ചന്ദ്രയാണെങ്കിലോ, എടാ, നിന്റെ ഈ പൂക്കാരിയുടെ വീട്ടുകാരെ പോലെ അല്ല നമ്മുടെ ശ്രുതിയുടെ വീട്ടുകാർ, അവരെ മലേഷ്യക്കാരാണ്. അത് മാത്രമല്ല പൈസയൊക്കെ കൂടുതലുള്ള ആൾക്കാരാണ്. അവരൊക്കെ അങ്ങനെ ചുമ്മാതൊന്നും ഇങ്ങനെയുള്ള ചടങ്ങൊന്നും കൊണ്ട് നടക്കുന്നവരല്ല. അവർ വലിയ ബിസിനസ്സുകാരായതുകൊണ്ട് ഇത്തരം ചടങ്ങുകൾക്ക് പോലും അവർ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കില്ല എന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ സംസാരിച്ചു. അപ്പം ഇനി എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല, മോളെ രേവതി, നീ പോയി റെഡിയാകുമെന്നും പറഞ്ഞ് രവി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അവളാണെങ്കിൽ പോയി റെഡിയായി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പുള്ളിക്കാരി ഇങ്ങനെ ഇറങ്ങുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ ശ്രുതിയോട് കൂടി യാത്ര പറയുമെന്ന് പറഞ്ഞു. അപ്പം ചന്ദ്രമതി ആണെങ്കിൽ, എൻ്റെ പൊന്നു മനുഷ്യ, ആ പിള്ളേർ അവിടെ എങ്ങാനും കിടന്നോട്ടെ, നിങ്ങൾ എന്തിനാ ചുമ്മാ ഇവളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നതെന്നും പറഞ്ഞ് രവിയുടെ നേരെ ദേഷ്യപ്പെട്ടു. അപ്പതാ അങ്ങനെ നമ്മുടെ ശ്രുതിയോടും അതുപോലെ സുധിയോടും ആ വീട്ടിലുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞ് അമ്മയുടെ കൂടെ കർക്കിടക മാസം വീട്ടിൽ ചെലവഴിക്കാൻ വേണ്ടി നമ്മുടെ രേവതി പോകുന്ന ആ ഒരു സമയത്ത് സച്ചി അവരെ ആക്കാനായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയവും നമ്മുടെ സച്ചി രേവതിയെ ഇങ്ങനെ നോക്കുന്നത് കാണിക്കുകയാണ്, ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഒരു നോട്ടം. അപ്പം അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. എന്തായാലും റൊമാൻസ് തുടങ്ങി മക്കളെ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ആ ഒരു എപ്പിസോഡ്. അപ്പം എന്തായാലും നമുക്ക് അടുത്ത ആ ഒരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്